ബ്രേക്കപ്പിലായിരിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഒരു പുസ്തകം കൂടി ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദ ബ്രേക്കപ്പ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകമാണ്. റേച്ചൽ സൂസ്മാൻ എഴുതിയ പുസ്തകമാണ്. ബ്രേക്കപ്പിലായിരിക്കുന്നവർക്ക് എങ്ങനെ ആ ബ്രേക്കപ്പിനെ മറികടക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ബ്രേക്കപ്പുകൾ ഉണ്ടാകാതിരിക്കാൻ സാധിക്കട്ടെ. എസ്പെഷ്യലി കുടുംബജീവിതം ആരംഭിച്ചവർ, കുഞ്ഞുങ്ങളുള്ളവർ ബ്രേക്കപ്പുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. അടുത്ത ജീവിതത്തിലും ഇത് ആവർത്തിക്കുമെന്ന് ഉറപ്പില്ല എന്നും ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. റേച്ചൽ സുസ്മാൻ 3 സ്റ്റെപ്പുകളാണ് പറയുന്നത് ബ്രേക്കപ്പുകൾ മറികടക്കുവാനായിട്ട്. അത് പറയുകയാണ് ഹീലിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ 3 സ്റ്റേജുകളിലൂടെ നമുക്ക് ബ്രേക്കപ്പുകൾ മറികടക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ല. തീർച്ചയായും ബുദ്ധിമുട്ടുള്ള, പ്രയാസമേറിയൊരു അവസ്ഥയാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. പല ആളുകളും വരുന്നുണ്ട്, എനിക്ക് എൻ്റെ കാമുകി അല്ലെങ്കിൽ കാമുകനെ മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരിക്കലും എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആദ്യത്തെ വിവാഹം ഡിവോഴ്സായി, രണ്ടാമത്തെ വിവാഹത്തിൽ മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഏകദേശം 5-6 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോഴും പറയുന്നത്, എനിക്ക് എൻ്റെ ആദ്യത്തെ ഭാര്യയെ മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ആ ചിന്തകൾ എന്നെ ഇങ്ങനെ തളച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രേക്കപ്പിൽ നിന്നും എനിക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ വളരെ നല്ലവളാണ്, നന്നായി നോക്കുന്നുണ്ട്, നല്ല സ്നേഹമുണ്ട്, പക്ഷേ എനിക്കതിനെ മറികടക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചില ബ്രേക്കപ്പുകളൊക്കെയും അത്രമാത്രം മനസ്സിനെ പിടിച്ച് കുലക്കിയ അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ച് ഉലച്ച ബന്ധങ്ങളുടെ വേർപാടുകളായിരിക്കും. ചിലപ്പോൾ നാം പലരെയും ആത്മാർത്ഥമായി സ്നേഹിക്കും, ഹൃദയം കൊടുത്ത് സ്നേഹിക്കും, കണ്ടീഷൻസ് ഇല്ലാതെ സ്നേഹിക്കും. പക്ഷെ മറ്റേ ആൾ അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ബുക്കാണ് എനിക്ക് ബ്രേക്കപ്പ് ബൈബിളായിട്ട് തോന്നിയത്, ദ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന പുസ്തകം. അതാണ് അറ്റാച്ച്മെന്റ് സയൻസ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് അവോയ്ഡൻസ് നേച്ചർ ഉള്ളവരായിരിക്കും, ചില ആളുകൾ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളുമായി ബന്ധം സ്റ്റാർട്ട് ചെയ്താൽ പിന്നീട് മുന്നോട്ട് പോകാനായിട്ട് അത്ര ഈസി ആകണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നാം വിവക്ഷിച്ചു പോകാം. ചിലപ്പോൾ ഒരു ചെറിയ ഇൻസിഡൻറ്റിലൂടെ മാത്രം അവർക്ക് ഈ ബന്ധം വേണ്ട എന്ന് വെക്കാനിടയാകും. ചിലർ വളരെ പൊസസീവ് ആയിരിക്കും, ഒബ്സസീവ് ആയിരിക്കും, പിന്നെ പല പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ആകട്ടെ, ഈ ഒരു ബ്രേക്കപ്പ് വന്നാൽ എങ്ങനെ മറികടക്കും? കുറേ ആളുകൾ ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ കുറേ നാളുകൾ, മാസങ്ങൾ, വർഷങ്ങൾ വേദനയിലും പെയിനിലുമായിരിക്കുന്നു. കുറേ ആളുകൾ ഡിപ്രഷനിലായി പോകുന്നു. കുറേ ആളുകൾക്ക് പിന്നീട് ഒരു നല്ല ജീവൻ നയിക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും അങ്ങനെയൊന്നും ജീവിതം തീർക്കേണ്ട ആവശ്യമില്ല. ഇമോഷണലി വീക്കായിട്ടുള്ള, സ്ട്രോങ് അല്ലാത്ത ആളുകളൊക്കെയാണ് പലപ്പോഴും തകർന്നു പോകുന്നത്, ഡിപ്രഷനിലേക്ക് പോകുന്നത്. പക്ഷേ ഇമോഷണലി സ്ട്രോങ് ആയ, മെൻ്റലി സ്ട്രോങ് ആയ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒന്നും ജീവിതം തീർന്നു പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വേറൊരാളെ ആശ്രയിച്ചാണോ? എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്, എനിക്ക് തനിയെ ജീവിക്കാൻ കഴിയും, എനിക്ക് എൻ്റെതായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നുള്ള സ്ഥാനത്താണ് ഈ ബന്ധങ്ങളെയൊക്കെ വിട്ടുപോകുന്നവരെ നമുക്ക് സമീപിക്കുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഹീലിംഗ് ആണ്. ഒരു പുതിയ ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പും ഈ ഹീലിംഗ് വളരെ ആവശ്യമാണ്. ഒരു ബന്ധം വേർപെട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാർ ആദ്യം ചെയ്യുന്നത് പുതിയൊരു ബന്ധത്തിലേക്ക് വളരെ വേഗത്തിൽ പോയി ആ ഗ്യാപ്പിനെ മറികടക്കുവാൻ ആയി ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഹീലിംഗ് ആവശ്യമാണ്. ഈ വേദനകൾ മാറിയെന്ന് ഉറപ്പാക്കുവാനായിട്ടാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഞാനിത് വീണ്ടും പറയുന്നു, നിങ്ങൾ ഇനി ഈ ബന്ധം മുന്നോട്ട് പോകുകയില്ല 100% ഉറപ്പിച്ചെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കേണ്ടത്. അതല്ല, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നന്നാക്കുവാൻ ശ്രമിക്കണമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. എല്ലാ ശ്രമങ്ങളും നടത്തി അതല്ല ഒരു വിധത്തിൽ മുന്നോട്ട് പോകുകയില്ല എന്ന് തോന്നി തന്നെയും നമ്മുടെ പങ്കാളി ചിലപ്പോൾ വളരെ ദുഷ്ടനോ ദുഷ്ടയോ അല്ലെങ്കിൽ ചതിക്കുന്ന ആളൊക്കെ ആയിരുന്നാൽ കൂടെയും നമുക്ക് അതിനെ മറികടക്കുവാനായിട്ട്, അത് മറക്കുവാനായിട്ടൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവരുമായുള്ള ബന്ധത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് റേച്ചൽ സുസ്മാൻ പറയുന്നത്. ഒരു വിധത്തിലുള്ള സംസാരവും അവരുടെ വീഡിയോസ് കാണുകയോ ഫോട്ടോസ് കാണുകയോ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുകയോ അവരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും കുറേ നാളത്തേക്ക്, ചുരുങ്ങിയത് 60 ദിവസത്തേക്കെങ്കിലും അതിന് വേണ്ട എന്ന് വെക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഈ സമയത്ത് നമുക്കവരെ വിളിക്കാനായിട്ട് തോന്നും, അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാനായിട്ട് തോന്നും, അവരുടെ കൂട്ടുകാരുമായി നമുക്ക് ചോദിക്കുവാനും ബന്ധുക്കൾ വഴി വിളിച്ചു ചോദിക്കാനും എല്ലാം ശ്രമിക്കും. ഇതൊന്നും പാടില്ല. അവരുമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ബന്ധത്തെയും വിച്ഛേദിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഹീലിങ്സിൻ്റെ ആദ്യ സ്റ്റെപ്പ്. രണ്ടാമത് സെറ്റ് ബൗണ്ടറീസ്. ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു പോകുകയില്ല, ഇനി ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല എന്നുള്ള ആ ബൗണ്ടറി തീർച്ചയായും സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും നാം
ബൗണ്ടറി സെറ്റ് ചെയ്താൽ അതിൽ നിലനിൽക്കേണ്ടതും വളരെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത് ഈ ഹീലിംഗിൻ്റെ പാർട്ടിലാണ് സെൽഫ് കെയർ. സ്വന്തമായി കെയർ ചെയ്യുക. ഈ ബ്രേക്കപ്പ് വന്നു കഴിയുമ്പോൾ പല ആൾക്കാരും ക്ഷീണിച്ചു പോകാറുണ്ട്, ചില ആൾക്കാർക്ക് ഒത്തിരി വണ്ണം വെക്കാറുണ്ട്, ചില ആൾക്കാർ വളരെ മൂടിയായി ഡിപ്രഷനൊന്നും മിണ്ടാതെ പോകാറുണ്ട്. എപ്പോഴും ഓർക്കേണ്ട കാര്യം, മറ്റേയാൾ നമ്മെ വിട്ടുപോയി, അയാൾ സന്തോഷത്തേക്ക് ചിലപ്പോൾ ജീവിക്കുന്നത്, അയാൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി ആളെ സ്നേഹിച്ചിട്ടുണ്ടാകാം, നമ്മുടെ എല്ലാം കൊടുത്തിട്ടുണ്ടാകാം, നമുക്കൊരിക്കലും വേറെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലായിരിക്കും. പക്ഷെ മറ്റേയാൾ അങ്ങനെ ചിന്തിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു. നിങ്ങളുടെ ആത്മാർത്ഥതയെ, നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ സമയത്തെ ഒന്നും വിലമതിച്ചില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ദുഃഖം അനുഭവിക്കുന്നത്, മറ്റേയാൾ സന്തോഷത്തോടെ ജീവിക്കുന്നു, നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ വീണ്ടും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണോ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആത്മാർത്ഥത കൂടിപ്പോയി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടായില്ല, മറ്റേയാൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചു. അപ്പോൾ സെൽഫ് കെയർ വളരെ ആവശ്യമാണ്. ഞാൻ ഇനി എൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ മറ്റേ സന്തോഷത്തോടെ ജീവിക്കുന്നു, അയാൾ സന്തോഷത്തോടെ ജീവിക്കുന്നതോടൊപ്പം എൻ്റെ ജീവിതം ദുരിതമായി തീരുകയും ചെയ്യുന്നു. എത്രയോ പാരഡോക്സ് ആണല്ലേ അത്, എത്രയോ വിരോധാഭാസമാണല്ലേ അത്. അപ്പോൾ സെൽഫ് കെയർ വളരെ ആവശ്യമാണ്. സെൽഫ് കെയറിന് എന്ത് ചെയ്യാൻ സാധിക്കും? ആലോചിച്ച് നോക്കുക. മെഡിറ്റേഷൻ ചെയ്യാം, പുതിയ ഗോൾ സെറ്റ് ചെയ്യാം, ജിമ്മിൽ പോകാം, നല്ല ആഹാരം കഴിക്കാം, യാത്ര ചെയ്യാം. ഇതെല്ലാം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, ഹീലിംഗ് കഴിഞ്ഞ് രണ്ടാമതായിട്ട് റേച്ചൽ സുസ്മാൻ പറയുന്നത്, ഈ ബ്രേക്കപ്പ് ബൈബിളിൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ആസ്പെക്റ്റാണ്. അതായത് എന്താണ് യഥാർത്ഥം സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ ബന്ധം വേർപിരിയാൻ കാരണം, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ബന്ധം വേണ്ട എന്ന് വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇനിയുള്ള ഫ്യൂച്ചറിൽ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഒരു ബന്ധത്തെ തിരഞ്ഞെടുക്കുന്നത്? ആ ബന്ധത്തിൽ പുതിയ പ്രശ്നമുണ്ടായാൽ ഞാൻ എങ്ങനെയായിരിക്കും സമീപിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും ഒപ്പം അത് എഴുതുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ജേർണൽ ചെയ്യുകയും ആ ഒരു ഹീലിംഗ് ടൈമിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, പലരും പെട്ടെന്ന് തന്നെ വേറെ ബന്ധത്തിലേക്ക് പോകുന്നു, ആ ബന്ധത്തിലും ഇതേ തെറ്റ് ആവർത്തിക്കുന്നു, ആ ജീവിതം വളരെ മോശമായി തീരുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സൈക്കിളിനെ നമുക്ക് മറികടക്കുവാനായിട്ടൊരു ലെസൺസ് ഉണ്ടാകും. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ധാരാളം സന്തോഷം ഉണ്ടാകും, ചില ആളുകൾ നമ്മൾ വിട്ടുപോകുമ്പോൾ നമുക്ക് വേദനയും ഉണ്ടാകാം, അതല്ലെങ്കിൽ ഒത്തിരി അധികം ലേണിങ്സും ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലെസൺസ് ലേൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി മൂന്നാമത്തെ കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ ഫേസ്. നിങ്ങൾ ഹീൽ ചെയ്തു, വേദനയൊക്കെ മാറി, ദുഃഖമൊക്കെ മാറി, പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചത്, തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അത് മനസ്സിലാക്കുന്നു. അടുത്ത ഫേസ് ട്രാൻസ്ഫോർമേഷനാണ്. ഇനി ഞാൻ വേറൊരു വ്യക്തിയാണ്, കാരണം എനിക്ക് വേറൊരാളെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാകാം, അല്ലെങ്കിൽ അടുത്ത ജീവിതം നന്നാക്കേണ്ട ആവശ്യമുണ്ടാകാം. അതിനായി പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യുക, അതിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ 3 ഘട്ടങ്ങൾ വളരെ ദുർഘടമാണ്. ബ്രേക്കപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും എത്ര പറഞ്ഞാലും അതൊരു ശരീരത്തിൻ്റെ അവയവം നഷ്ടപ്പെട്ട വേദന തന്നെയാണ്. പക്ഷെ ഇത് മറികടന്നാലേ പറ്റൂ. നമുക്കും നമ്മുടേതായ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണല്ലോ. അപ്പോൾ ഈ ബ്രേക്കപ്പ് ബൈബിളിലെ 3 സ്റ്റെപ്പുകൾ വളരെ ആവശ്യമാണ്. വീണ്ടും ഞാൻ പറയുന്നു, ബ്രേക്കപ്പുകൾ ഇല്ലാതിരിക്കട്ടെ, ഡിവോഴ്സുകൾ ഇല്ലാതിരിക്കട്ടെ, അതിനായി ഏറ്റവും നല്ല ബന്ധത്തെ തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ആ അറ്റാച്ച്മെന്റ് എന്ന പുസ്തകം വായിക്കുക. അതിലൂടെ സെക്യൂർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുവാനും ഒപ്പം തന്നെ ഏറ്റവും മനോഹരമായ ജീവിതം നയിക്കുവാനും സാധിക്കട്ടെ. ബ്രേക്കപ്പുകൾ ജീവിതത്തിൻ്റെ ബ്രേക്കല്ല. നത്തിങ് ഈസ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് എ ബുക്ക്. ലാസ്റ്റ് ചാപ്റ്റർ, ഇനിയും ഒരു പുസ്തകം നമുക്ക് രചിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം